മുത്തശ്ശനും ശിവനെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. അങ്ങനെ ഇരിക്കെ ശിവനാകട്ടെ ഇതിനു മുമ്പ് അവന് പല പ്രശ്നങ്ങളും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി അതൊന്നും തന്നെ ആവർത്തിക്കുകയില്ല. നിങ്ങളും അവനെ ഒരുപാട് കൊഞ്ചിച്ചൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല കാര്യത്തിലും അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെയൊക്കെയാണ് ഉള്ളതും. എന്തായാലും ഞാൻ അവന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തോളാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോടീശ്വരനായിരിക്കും അവൻ എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവന്റെ അടുത്ത് അധികം അടുക്കാതെയൊക്കെ പോയിട്ടുണ്ടായിരുന്നതും. പക്ഷെ പിന്നീടാണ് ചെറിയ രീതിയിൽ മണ്ടത്തരമൊക്കെ ചെയ്യുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന, കുറെ അധികം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും കുഞ്ഞു കുട്ടികളെ പോലെയൊക്കെയാണ് അവൻ. അതൊക്കെ കണ്ടപ്പോഴത്തേക്കുമായിരുന്നു എനിക്കും അവനോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. അവന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഞാൻ നോക്കിക്കോളാം. നിങ്ങളും എനിക്ക് അവനെ നൽകാമോ എന്നൊക്കെയാണ് ജിയോണും മുത്തശ്ശന്റെ അടുത്ത് ചോദിക്കുന്നത്. പിന്നീട് മീൽ കിറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഉൻഹോ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവരും അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. മാത്രമല്ല ആ ഒരു സമയത്തൊന്നും തന്നെ അവിടെ ഹയോൺ ഇല്ല എന്ന കാര്യമൊക്കെ അവനും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് വർക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം ഉൻഹോ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹയോൺ ഇന്ന് കണ്ടേ ഇല്ലല്ലോ എന്നൊക്കെ ജിയോന്റെ അടുത്തും അവൻ പറയുകയാണ്. ഹയോൺ എവിടെ പോയെന്നുള്ള കാര്യം തനിക്ക് അറിയിക്കുകയില്ല എന്നായിരുന്നു ജിയോന്റെ മറുപടി. ജീവനെ കാണുവാനായിട്ട് സോമിനും എത്തിയിരിക്കുകയാണ്. നീയും ഇർഫാനും തമ്മിൽ 7 വർഷത്തെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവൻ എന്റെ ഒപ്പം വന്നതാണ്. ഞാൻ അവനെ വിവാഹവും കഴിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയും നീ അവന്റെ പിറകെ ഒന്നും നടക്കരുത്. നീ കാരണം ഇപ്പോൾ അവൻ എന്നെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ടൊക്കെ പോകുകയാണെന്നായിരുന്നു സോമിനും ജീവന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ജീവനാകട്ടെ താൻ അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നും, അതുപോലെ തന്നെ 7 വർഷം സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന എന്നെ അവൻ ചതിക്കുമെങ്കിൽ നിന്നെയും അവൻ ചതിക്കുന്നതായിരിക്കുമെന്നൊക്കെയാണ് സോമിന്റെ അടുത്തും പറയുന്നത്. ഇപ്പോഴാകട്ടെ മിൻഹ്വാൻ അവന്റെ ജോലി പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എനിക്കൊരിക്കലും അവന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജീവനും പോകുന്നു. അങ്ങനെ ഇരിക്കെ സെക്യൂരിറ്റീസ് ഒക്കെ സൂമിനെ പുറത്താക്കി കഴിയുമ്പോഴത്തേക്കും സൂമിനെ കുറിച്ച് മെസ്സേജസ് ഒക്കെ വരുന്നു. സൂമിൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവളും ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാനൊക്കെ പേടിച്ചു പോയി. പിന്നെ അവൾക്ക് വട്ടാണെന്നുള്ള കാര്യം ഓഫീസിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് ആരും തന്നെ തെറ്റിദ്ധരിക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു അവളും അയക്കുന്നത്. പെട്ടെന്ന് തന്നെ അറിയാതെ ആള് മാറി അയച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവണും ആ ഒരു മെസ്സേജസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുന്നു. നേരത്തെ മിൻഹ്വാനും ജീവണും എതിരായിട്ട് കേസൊക്കെ കൊടുക്കണമെന്ന് ചിഹുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാകട്ടെ അതിനുള്ള ഒരു മറുപടി ഒന്നും സുമിൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്തത് കൊണ്ട് തന്നെ സോമനും അവൾക്കെതിരായിട്ട് എന്ത് ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ചീഹുക്കിനെയും വിളിക്കുന്നു. വീട്ടിലിരിക്കുന്ന മിൻഹ്വാൻ ഒരു ലെറ്റർ ഒക്കെ കിട്ടുകയാണ്. ആ ഒരു ലെറ്ററിലാകട്ടെ പല രീതിയിലുള്ള ഇൻഷുറൻസ് പോളിസിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടെയുള്ള ആള് മരിക്കുകയാണെങ്കിൽ 500 മില്യൺ ഒക്കെ ലഭിക്കുമെന്ന രീതിയിലായിരുന്നു അതിലുണ്ടായിരുന്നതും. അതായത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തമായിട്ടൊക്കെ മരിക്കുകയാണെങ്കിൽ വീട്ടുകാർക്ക് പണം കിട്ടുമെന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നെങ്കിൽ പോലും അത് മാത്രമല്ലാതെ കൂടെയുള്ള ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് മരിക്കുകയാണെങ്കിൽ ഇത്രത്തോളം പണം കിട്ടുമെന്ന കാര്യമൊന്നും അവൻ അറിയുക കൂടിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ മിൻഹോനും യുറേനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. ഞാൻ സ്വയം മരിക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാകട്ടെ എന്റെ മുമ്പിൽ മറ്റൊരു വഴിയൊക്കെ തെളിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ സുമിനെ കൊല്ലുകയാണെങ്കിൽ ഈ ഒരു പണമൊക്കെ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. എന്റെ എല്ലാ കടബാധ്യതകളും ഇല്ലാതെയാകും. മാത്രമല്ല നിന്നെയും ഇനി ഉപദ്രവിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നൊക്കെ മിൻഹോനും യുറോയോട് പറയുന്നു. നീ എന്റെ കൂടെ നിന്നാൽ മാത്രം മതിയെന്നായിരുന്നു യൂറയുടെ അടുത്ത് മിൻഹോൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നത്. അതായത് യൂറനെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ഈ ഒരു കേസിൽ നിന്നും സിമ്പിൾ ആയിട്ടൊക്കെ ഊരി പോകാമെന്ന വിശ്വാസമാണ് അവനുള്ളതും. മിൻഹ്വാനും യൂറയും ഒന്നിച്ചാണ് ഉള്ളത് എന്ന ഒരു ഇൻഫോർമേഷനൊക്കെ സെക്രട്ടറിയുടെ അടുത്ത് നിന്നും ചീഹുക്കിനും കിട്ടിയിട്ടുണ്ട്. ചീഹുക്കും ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ സോമിനെയും അറിയിക്കുന്നു. അതായത് ഈ ഒരു ഹോട്ടലിൽ ഈ ഒരു റൂമില് ജീവണും മിൻഹ്വാനും ഉണ്ട് എന്ന രീതിയിലായിരുന്നു അതൊക്കെ അയച്ചിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സൂമിനാകട്ടെ അവിടേക്ക് ജീവൺ എത്തുന്നതൊക്കെ കാണുന്നു. അതുകൊണ്ട് തന്നെ ജീവൺ ആയിരിക്കാം മിൻഹ്വാന്റെ കൂടെ ഉണ്ടായിരിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ചിഹുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂമിന്റെ മുമ്പിലേക്കൊക്കെ അവളും എത്തുകയാണ്. സോമനും ബെഡ്റൂമിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ സംസാരിക്കുന്നത് അവളും കേൾക്കുകയാണ്. നിനക്ക് ഇത്രത്തോളം ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ടല്ലേ അവളെ കൊന്നിട്ട് ഇൻഷുറൻസ് പണമൊക്കെ സ്വന്തമാക്കാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് നല്ല കാര്യമാണെന്നൊക്കെയാണ് യൂറ പറയുന്നതും. ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന സൂമിനും ഡോറൊക്കെ വലിച്ചു തുറക്കുമ്പോഴാകട്ടെ അതിനകത്ത് യൂറയും മിൻഹോനും കൂടി ഒന്നിച്ച് കിടക്കുന്നതൊക്കെ അവളും കാണുന്നു. എന്റെ അച്ഛനെ ഞാൻ പലതവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കോള് പോലും പോകുന്നുണ്ടായിരുന്നില്ല. സത്യം പറ, നീ എന്റെ അച്ഛനെ കൊന്നില്ലേ എന്നൊക്കെയാണ് യൂറയുടെ അടുത്ത് സൂമിൻ ചോദിക്കുന്നത്. മാത്രമല്ല സൂമിനും അവരുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇനിയുള്ള കാലം ജയിലിൽ കിടക്കാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. പക്ഷേ സൂമിൻ അവിടെ നിന്ന് പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും സെക്രട്ടറിയും അവളെ പിടിച്ചു നിർത്തുകയാണ്.
സുമിന് ബോധം കെടുത്തി കെട്ടിയിട്ടിരിക്കുകയാണ്. സുമിനെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുവാനായിട്ട് മിൻഹോന്റെ അടുത്തും യൂറ പറയുന്നുണ്ട്. യൂറ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചാണ് മിൻഹോൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മിൻഹോനെയും സുമിനെയും ഒരുപോലെ ഇല്ലാതെ ആക്കാമെന്നായിരുന്നു യൂറയുടെ പ്ലാൻ. അതായത് യൂറനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മിൻഹോൻ പറയുന്നു അതെല്ലാം തന്നെ എവിഡൻസിൽ നിന്നും ഇല്ലാതെയാക്കണം. മാത്രമല്ല പണത്തിന് വേണ്ടിയിട്ട് മിൻഹോൻ സുമിനെ കൊന്നു എന്ന രീതിയിൽ മാത്രമേ ഈ ഒരു വാർത്തയൊക്കെ പുറത്തു വരുവാനായിട്ട് പാടുള്ളൂ എന്നായിരുന്നു യൂറയും പറയുന്നത്. സുമിന് ബോധം വരുമ്പോഴാകട്ടെ എന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, നീയും എന്റെ കൂടെ തന്നെ നിൽക്കണമെന്നൊക്കെ ആയിരുന്നു മിൻഹ്വാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ മിൻഹ്വാനും അവൾക്ക് ബോധമില്ലാതിരുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന യൂറയ്ക്കെതിരായിട്ടുള്ള തെളിവായിട്ടുള്ള അവളുടെ അച്ഛനും യൂറയും കൂടി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ മിൻഹ്വാനും അറിയിക്കുകയാണ്. മാത്രമല്ല അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒട്ടും തന്നെ പണമില്ല, എല്ലാ പണവും അവൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ജീവനും അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ബാഗ് പോലും ഞാൻ വിറ്റിട്ടുണ്ട് എന്നൊക്കെയാണ് മിൻഹ്വാനും അവളോട് പറയുന്നത്. അവളെ കൊന്നിട്ട് പുതിയൊരു ലൈഫൊക്കെ നേടിയെടുക്കാമെന്നൊക്കെ വിചാരിക്കുന്ന അവനും റൂമിൽ നിന്നും പുറത്തേക്കൊക്കെ പോകുന്നു. പക്ഷെ അവൻ തിരിച്ച് റൂമിലെത്തി കഴിയുമ്പോഴാകട്ടെ അവളും കെട്ടൊക്കെ അഴിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളും കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ മിൻഹ്വാന്റെ നേർക്ക് നീട്ടുന്നു. കാറിന്റെ കീയൊക്കെ മേടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാമെന്നാണ് സുമിന് വിചാരിക്കുന്നതെങ്കിൽ പോലും മിൻഹ്വാനും കീയൊക്കെ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിലും അവളത് മേടിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവളെ കസേരയ്ക്കൊക്കെ അടിച്ചു വീഴ്ത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പുകയൊക്കെ ലീക്കാക്കിയതിനു ശേഷം ആ ഒരു പുകയൊക്കെ ശ്വസിച്ചിട്ട് അവൾ മരിച്ചുപോയെന്നൊരു വാർത്തയൊക്കെ വരണമെന്നായിരുന്നു മിൻഹ്വാന്റെ ആഗ്രഹമെന്ന് മിൻഹ്വാനും പറയുന്നു. പക്ഷെ സൂമിനും അവനിട്ട് ഒരു ചവിട്ടൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും പ്രഗ്നന്റ് ആയിട്ടില്ല, നിനക്കും കുട്ടികൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നൊക്കെ അവന്റെ അടുത്തും പറയുന്നു. അത് കേട്ട് ദേഷ്യം വരുന്ന അവനും സൂമിനും തമ്മിൽ ഒരു കയ്യാങ്കളിയൊക്കെ ഉണ്ടാവുകയും അതിനൊടുവിലായിട്ട് സുമിൻ അവനെ തള്ളിയിടുകയും ചെയ്യുമ്പോഴാകട്ടെ പണ്ട് ചീവണ് വീണിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ചില്ല് ടേബിളിന്റെ മുകളിലായിട്ടൊക്കെ മിൻഹ്വാനും വന്ന് വീഴുകയാണ്. പിറ്റേ ദിവസം ചീഹുക്കിനും ലീഡ് എടുത്തുനിന്ന് ഒരു കോളൊക്കെ വരുന്നു. അതായത് നേരത്തെ ഒരു മെമ്മറി കാർഡൊക്കെ ജൂറാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാറിൽ നിന്നും. പക്ഷെ ആ ഒരു മെമ്മറി കാർഡിൽ വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താകട്ടെ ആ ഒരു വീഡിയോ എല്ലാം തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു തെളിവായിട്ടൊക്കെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നും ഉടനെ തന്നെ ഡിവോഴ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കുമെന്നും ലീയും അറിയിക്കുന്നു. എന്തൊരു മിറാക്കിളാണ് സംഭവിച്ചതെന്ന കാര്യം ഒന്നും തന്നെ ജിഹുക്കിന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അതൊരു മിറാക്കിളാണെന്നുള്ള കാര്യം അവന് ഉറപ്പായിരുന്നു. മിൻഹ്വാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോബിനും സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ എവിടേക്കാണ് പോയതെന്ന് പോലീസിന് അറിയുകയില്ലെങ്കിൽ പോലും പോലീസും അവളെ കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമത്തിലാണ്. ജീവനും മിൻഹ്വാന്റെ മരിച്ചടക്കിനൊക്കെ വന്നിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴാകട്ടെ നീ കാരണമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്, നീയാകട്ടെ മിൻഹ്വാനെ ചതിച്ചില്ലായിരുന്നുവെങ്കിൽ മിൻഹ്വാൻ ഒരിക്കലും സുബനെ വിവാഹം കഴിക്കുകയില്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ അവൻ ഒരിക്കലും മരിക്കുകയും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എന്റെ പാവം കുഞ്ഞിന്റെ ജീവനൊക്കെ എങ്ങനെയാണ് നിനക്ക് ഇല്ലാതാക്കുവാനായിട്ട് തോന്നിയതെന്നൊക്കെ പറഞ്ഞ് അമ്മയും അവിടെ വെച്ച് കരയുന്നു. വാർത്തകളിൽ പോലും മിൻഹുൻ കൊല്ലപ്പെട്ട കാര്യമൊക്കെ വരികയാണ്. ഓഫീസിലുള്ള പലരും ആ ഒരു വാർത്തയൊക്കെ കണ്ടതിന് ശേഷം ഇത് സൂമനല്ലേ എന്നൊക്കെ പരസ്പരം ചോദിക്കുന്നു. അമ്മയും വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും വീടൊക്കെ മൊത്തത്തിലൊന്ന് അരിച്ചു പെറുക്കിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അടുത്ത് വീട്ടിലൊരു കള്ളൻ കയറിയെന്ന കാര്യമൊക്കെ അമ്മ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ലീ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത് സുമിൻ തന്നെ ആയിരുന്നു എന്ന കാര്യമൊക്കെ ചീഹുക്കും ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത്. എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ എല്ലാം അവസാനിക്കുവാനായിട്ട് പാടില്ലായിരുന്നു. അവൾക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷയൊന്നും ലഭിച്ചില്ലല്ലോ എന്നൊക്കെ ചിഹുക്ക് പറയുമ്പോഴാകട്ടെ അവർ ഉണ്ടായിരുന്ന വീടിന് വെളിയിലൊക്കെ നിൽക്കുന്ന സൂമിനെയും കൂടി കാണിക്കുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.